മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ മാതൃകാ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. കൽപ്പറ്റ ബൈപ്പാസിനടുത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടറിൽ 7 മാസത്തിനപ്പുറം ദുരന്തബാധിതർക്ക് സ്നേഹവീടുകൾ ഒരുങ്ങും. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് പുനരധിവാസം നൽകുന്ന മഹാസന്ദേശമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുളെടുത്ത ചൂരൽമലയും മുണ്ടക്കൈയും 20 കിലോമീറ്ററിനിപ്പുറം കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുനർജനിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട ദുരന്തബാധിതർക്ക് കേരളത്തിന്റെ കരുതൽ. പുനരധിവാസം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. പുനരധിവാസത്തിന് 20 കോടി രൂപ നൽകുമെന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് മുഖ്യമന്ത്രി ചടങ്ങിൽ വായിച്ചു. രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്ത 100 വീടുകൾ ടൗൺഷിപ്പിൽ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബഹുമാന്യനായ ഇന്ത്യയിലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ മുൻ MP കൂടിയുമായ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വീടുകൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു. വിട്ടുപോയവരെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി. I am sure that some of the issues regarding some beneficiaries who might have been left out will also be looked at. 7 മാസത്തിനുള്ളിൽ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 64 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുക. 1000 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മാണം. 8 മാസത്തിനു മുൻപാണ് രാജ്യത്തെ നടുക്കിയ മഹാദുരന്തം. 298 പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. സാഹോദര്യത്തിന്റെ നേർസാക്ഷ്യവുമായി മറ്റൊരു അതിജീവന ഗാഥ. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ മാതൃകാ ടൗൺഷിപ്പ് ഇനി കേരളത്തിന്റെ കരുതലിന്റെ പ്രതീകം. ടീം 24 വയനാട്.